Good morning. Good morning, ma'am. Good morning, miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning all. അപ്പം ഇന്നാരാ പ്രയർ? ഞാൻ ചൊല്ലാം. അറിഞ്ഞോളൂ. My life is in you, Lord. My friends is in you, Lord. My hope is in you, Lord. In you is in you. My life is in you, Lord. My friends is in you, Lord. My hope is in you, Lord. In you is in you. Thank you. ഓക്കെ, സൈനിന് ആരാ പറയണേ? ഞാൻ പറയുന്നു. Good morning to all. A good teacher is a candle. It consumes itself to light the way for others. It's me, Regina, from June Montessori, signing. Thank you. താങ്ക് യു. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെ എത്തി നിർത്തിയിരുന്നു എന്ന് പറയാമോ? എയർ പൊല്യൂഷൻ ആണോ? മിസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അറിഞ്ഞോളാ. ഞാന് കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് ചാർട്ട് കാണിക്കാൻ പറ്റില്ല. എനിക്കത് ഭയങ്കര വിഷമം. ഞാൻ ചെയ്ത് വെച്ചിട്ട് കാണിക്കാൻ പറ്റാത്ത. ഞാൻ ഒന്ന് കാണിച്ചോട്ടെ? ഓക്കെ, പ്രസന്റ് ചെയ്തോളാം. എടാ മ്യൂട്ടാണ്. You don't know its true worth until it's gone. മോനെ റേഞ്ചിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഭയങ്കര വോയിസ് ക്ലിയർ ആവണില്ല. ബാക്കിയുള്ളവർക്കും അതേപോലെ തന്നെയാണോ? അതെ മാം, ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കാണാമോ മാം? ഷഹദൂന ക്യാമറ ഓഫ് കാണാടാ. സൗണ്ടിനാണ് പ്രശ്നം. കാണുന്നില്ലേ? ഓക്കേടാ. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്കത് കാണിക്കാൻ പറ്റാത്ത കാരണം ഭയങ്കര വിഷമാർന്ന്. ഞാൻ കറക്റ്റ് പുറത്തുപോയ സമയത്ത് മിസ് വന്നേർന്ന്. ഓക്കെ, കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ഏത് പൊല്യൂഷൻ വരെ പറഞ്ഞു നിർത്തിയത്? മാം, ഞാൻ കുറെ നാളായി ക്ലാസ്സിൽ കയറിയിട്ട് റെക്കോർഡ് ക്ലാസ് ഇങ്ങനെ കണ്ടുവരുക. ട്രെയിനിങ് പീരീഡ് ആയിരുന്നു ഇപ്പോ. അപ്പോ PG ക്ലാസ് റെക്കോർഡ് ക്ലാസ് എങ്ങനെയാ മാം കാണാൻ പറ്റുക? PG കുട്ടികളില്ലേ ഇതില്? ക്ലാസ് റൂമിൽ തന്നെ അവൈലബിൾ ആണ് മിസ്സേ. ക്ലാസ് റൂമിൽ എന്താ പറയണേ? ക്ലാസ് റൂം അതിന്റെ PG നമുക്ക് വേറെ തന്നെ
ഒരേ ക്ലാസ് റൂം തന്നെ PGക്കും അല്ലാതെ ഡിപ്ലോമക്കാർക്കും. അപ്പൊ അതിനകത്ത് തന്നെ 2 സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കാണാൻ പറ്റും മിസ്. അതിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലെ, എങ്ങനെയാ ഇത് റെക്കോർഡ് ക്ലാസ് കാണുന്നത് എന്നുള്ളത്. ആണോ? ഓക്കെ കേട്ടേടാ, ഓക്കെ അതൊന്ന് ഓക്കെ നോക്ക്. ഓക്കെ. PG ക്ലാസ് ട്രെയിനിങ് റൂമിൽ PG വേറെ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നടാ? സൂപ്പർ ആയിരുന്നു മാം. ഇപ്പൊ ഈ വീട്ടിലിരുന്ന് ബോറടിക്കുകയാണ്. ഇത്രയും ദിവസം കുട്ടികളുടെ ഇടയിലായപ്പോ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടുണ്ടാവും. എത്ര മാസം കിട്ടി മോന്? അതെ, ഒന്നാമത് എനിക്ക് 1.5 മാസത്തോളം കിട്ടി. ഓക്കെ. അത് അവര് ഇനി ജൂണിൽ അടുത്ത അക്കാദമിക് ഇയറിൽ ഒരു ഡിവിഷൻ വരുവാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 മന്ത് ഉണ്ടല്ലോ ഇനി ഈ അക്കാദമിക് ഇയർ കഴിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ 3 മന്ത് ആസ് എ ട്രെയിനി, കാരണം എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഈ ഫീൽഡിൽ. അതുകൊണ്ട് ആസ് എ ട്രെയിനി എന്നുള്ള നിലയിൽ ചിലപ്പോ അവിടെ 2 ദിവസത്തിനുള്ളിൽ വിളിക്കുന്ന പ്രിൻസിപ്പൽ മാം പറഞ്ഞിട്ടുണ്ട്. ഓക്കേടാ. നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാല് നല്ലതാണ്. ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇപ്പൊ എടുക്കുന്ന പാർട്ട് അതെ അവരവിടെ തന്നെ ഈ 3 മാസം ട്രെയിനിങ് തരാൻ നല്ലതാണ്. കാരണം നമ്മള് ഇത് സാലറി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ നോക്കാം. ഒരു 1 ഇയർ ഒക്കെ ഒരു സ്ഥലത്ത് 1 or 2 year ഒരു സ്കൂളിൽ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് പിന്നെ സാലറി പാക്കേജ് ഒക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാലറി പാക്കേജ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നമ്മൾ എടുക്കുന്ന യൂണിറ്റിന്റെ പേര് മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്നാണ്. യൂണിറ്റ് 10 പാർട്ട് 4 യൂണിറ്റ് 10 ആണ് കേട്ടോ. എല്ലാവരും അതെടുത്തോ? ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞു നിർത്തിയിരുന്നോന്ന് പറയാമോ? എന്റെ ഓർമ്മയിൽ എയർ പൊല്യൂഷൻ ലാസ്റ്റ് വരെ പറഞ്ഞു നിർത്തി അല്ലേ? ഇന്നും എന്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തർ വായിക്കാൻ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, ഓരോരുത്തർ തയ്യാറായിട്ട് വായിക്കോ? ഓക്കേടാ. എയർ പൊല്യൂഷൻ കഴിഞ്ഞ് ലാൻഡ് പൊല്യൂഷൻ ആണ്. ആരാ വായിക്കണേ? ജീനയാണോ? ഓക്കേടാ. ഓരോ പാരഗ്രാഫ് വരുമ്പോ അവിടെ വെച്ച് നിർത്താട്ടോ. Land pollution. Land pollution is both a natural and social hazard. Land and been treated from ancient times as mother or even goddess. It gives us food as well as shelter and all other comforts. But recently, increasing incidents of land pollution have been witnessed. ഓക്കെ, നമ്മള് എന്താ പറയാ, നമ്മള് കൃഷിക്കാരൊക്കെ ഒരു മണ്ണിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പൂർവികരൊക്കെ. കാരണം മണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സംബന്ധിച്ച് എന്താണ്, ദൈവത്തിന് തുല്യാണ്. അപ്പോ അവര് പറമ്പിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പാടത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് മണ്ണിനെ തൊട്ട് നിറകയിൽ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പാടത്തേക്കൊക്കെ ഇറങ്ങണത്. അപ്പൊ അത്രയും നമ്മള് സ്നേഹത്തോട് സ്നേഹിച്ചിരുന്ന മണ്ണാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിലായിരിക്കുന്നത്. കാണുന്നുണ്ടോ ഇമേജസിലൊക്കെ കാണുന്നത്? ഇത് മനുഷ്യന്റെ എന്താ പറയാ, നമ്മള് മനുഷ്യര് ഭൂമിനോട് ചെയ്യുന്ന എന്താ പറയാ ഉപദ്രവോ അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന, ഭൂമി നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ട് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് നമുക്ക് അർത്ഥ തരുമ്പോൾ നമ്മ തിരിച്ചർത്ഥനോട് കാണിക്കുന്ന അനീതിയാണ് ഈ കാണുന്ന ഇമേജിലൊക്കെ നമ്മൾ കാണുന്നത്. എന്താണ് ഇതൊക്കെ? ലാൻഡ് പൊല്യൂഷൻ ആണ്. കൂടുതൽ കാരണം എന്താണ്? ഈ പ്ലാസ്റ്റിക്കിന്റെ യൂസ് മെയിൻ ആയിട്ടുള്ള ലാൻഡ് പൊല്യൂഷന് കാരണം അല്ലെ? പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ എന്താ പറയാ, പ്ലാസ്റ്റിക്കുകൾ വീണ്ടും 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 യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂസ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഒട്ടും ജീവിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയാ ഒരു പ്ലേസ് ആയിട്ട് എന്ത് മാറും?
നമ്മൾ ഈ പറയുന്ന ലാൻഡ് മാറും. ഇത്രയും മനോഹരമായിട്ട് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന, ഇത്രയും ഒരു പ്രശ്നവും ഇല്ലാത്ത, എന്താ പറയുക, നമുക്ക് ഇത്ര സമാധാനത്തോടെയാണ് നമ്മുടെ മണ്ണിലായി നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നത്. ആ ഒരു ലാൻഡിനെയാണ് നമ്മൾ ഓരോരുത്തരും, സത്യമായിട്ട് പറഞ്ഞാൽ നമ്മളെല്ലാവരും അതിന് ഉത്തരവാദിയാണ്. നമ്മള് കുറെ പ്ലാസ്റ്റിക്, ഞാൻ പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാന്ന് പറയും. പക്ഷെ നമ്മള് എപ്പോഴെങ്കിലും നമ്മൾ ഈ ഭൂമിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, ലാൻഡ് പൊല്യൂട്ടഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫുഡും ഷെൽട്ടറും നമുക്ക് കംഫർട്ടൊക്കെ തരുന്ന നമ്മുടെ ഭൂമിനെ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണ എന്താണ്? ഭൂമി നമുക്ക് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു എന്താ പറയാ, ഒരു വേൾഡ് നമുക്ക് തരുമ്പോ, അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറും എൻവയോൺമെന്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചെന്താ ചെയ്യുന്നത്? ലാൻഡ് പൊല്യൂഷൻ, ഇതേപോലെ പ്ലാസ്റ്റിക്കിന്റെ കൂടുതലായിട്ടുള്ള യൂസ്, ഇതെല്ലാം എന്താണ്? ലാൻഡ് പൊല്യൂഷൻ കാരണമാണ്. ഈ കോസസ് വായിച്ചോട്ടെ ജീന. Overpopulation, deforestation, excessive use of chemicals. ഓക്കെ, നമ്മൾ ലാൻഡ് പൊല്യൂഷൻ മെയിൻ ആയിട്ട് പറയുന്ന കാരണങ്ങൾ ഓവർ പോപ്പുലേഷൻ ആണ്. നമ്മുടെ പോപ്പുലേഷൻ മുമ്പ് കമ്പയർ ചെയ്യുമ്പോൾ മുമ്പ് എങ്ങനെയായിരുന്നു? കുറവായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ വേൾഡിൽ തന്നെ നമ്പർ 1 പോപ്പുലേഷനിൽ നമ്പർ 1 ഈ ചൈനയൊക്കെ വെടിച്ച് ആരായെന്നൊക്കെ പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഡെവലപ്പിംഗ് കൺട്രി ആണ്, പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എന്താണ് കൂടുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന വേസ്റ്റ്, അതേപോലെ പ്ലാസ്റ്റിക്കിന്റെ യൂസ് ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പറഞ്ഞ പോലെ ഹരിതകർമ്മസേന എന്നൊക്കെ ഉള്ള ആൾക്കാർ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പൂർണ്ണമായിട്ടും അത് നിർത്താനായിട്ട് പറ്റുന്നില്ലല്ലോ. നമുക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ യൂസ്, കവറുകള് എന്തോരം പ്രശ്നങ്ങളാണ് വരുത്തുന്നത്. നമുക്ക് ഇപ്പൊ സാധാരണയായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് മണ്ണ് കുഴിച്ച് നോക്കിയതാ. കുറച്ച് കുഴിച്ച് കഴിഞ്ഞപ്പോ അതിന് പ്ലാസ്റ്റിക്കിന്റെ കവറാ കിട്ടുന്നത്. പഴയ കവറില്ലേ, ഒരു ബ്ലാക്കും നീലയൊക്കെ ടൈപ്പ് കവറുകള്, പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ, അത് ആ മണ്ണിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ എന്താ പറയണത്? ഈ പ്ലാസ്റ്റിക് മണ്ണിന്റെ ഉള്ളിലേക്ക് ഇട്ട് മൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ വെള്ളത്തിന്റെ ഒഴുക്ക് എന്ന് വെച്ചാല് മണ്ണിലേക്ക് വെള്ളം ഇറങ്ങണമല്ലോ, അത് ഇറങ്ങാതെ ആ വെള്ളം പുറമേ കൂടി തന്നെ ഒഴുകി ഈ പുഴകളിലേക്കും കടലിലേക്കും എത്തും. നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ അവൈലബിലിറ്റി എന്ത് ചെയ്യുന്നു? കുറയാണ്. ഓവർ പോപ്പുലേഷൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയുണ്ട്. വേസ്റ്റ് കൂടാണ്. വേസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ എന്തോരം പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് ഡീഫോറസ്റ്റേഷൻ ആണ്. നമ്മൾ മരങ്ങൾ ഇങ്ങനെ വെട്ടി നശിപ്പിക്കുന്നത് ലാൻഡ് പൊല്യൂഷന് മെയിൻ ആയിട്ടുള്ള കാരണമാണ്. അതേപോലെ കുടിയേറ്റങ്ങൾ, മൈഗ്രേഷൻസ്. നമ്മള് കഴിഞ്ഞിടയ്ക്ക് ഒരു വയനാട് ദുരന്തമില്ലേ? വയനാട് എന്നുള്ള ആരെങ്കിലും ഉണ്ടാവും ആ ഭാഗത്തുനിന്ന്? അതെന്താ സംഭവിച്ചത്? കുറെ ആൾക്കാര് പ്രകൃതി ദുർബല ഏരിയ, ആ ഒരു ഏരിയയിൽ അങ്ങനെ പറയണത്, ആ ഒരു ഏരിയയിൽ താമസിച്ചാണ്. നമ്മളൊക്കെ പറയുന്ന ഈ ഏരിയയിലും താമസിക്കാൻ യോഗ്യമല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താമസിക്കാം. ഇപ്പൊ മരങ്ങളൊക്കെ ഒരുപാട് വെട്ടി നശിപ്പിക്കുന്നത് മൂലം എന്താണ്? കുന്നും മലകളൊക്കെ ഇടിച്ച് നിരത്തി വലിയ ഫ്ലാറ്റുകളൊക്കെ പണിയുമ്പോൾ അവിടുത്തെ ലാൻഡ് പൊല്യൂട്ടഡ് ആവണം. പൊല്യൂട്ടഡ് ആവാന്ന് വെച്ചാല് ഡീഫോറസ്റ്റേഷൻ വരുമ്പോ മണ്ണിന്റെ ഒരു ഉറപ്പുണ്ടല്ലോ, ഈ മരങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് നിർത്തണ ആ ഒരു എന്താ പറയാ, ഒരു ബലം സാധാരണ നമ്മളതൊക്കെ ഇടിച്ച് നിരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ, ഒരു ഫിക്സേഷൻ ഉണ്ടാവില്ല. അതേപോലെ യൂസ് ഓഫ് കെമിക്കൽസ്. ഈ കൃഷിക്കാരൊക്കെ ആദ്യമൊക്കെ ഇല്ലേ നല്ല രീതിയിലായിരുന്നു, അത്യാവശ്യം പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ അത് നമ്മുടെ മണ്ണിനെ ടെസ്റ്റ് ചെയ്ത് അതൊക്കെ അളവിലാണ് വേണ്ടേ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അത് എന്ത് ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ എക്സസീവ് ആയിട്ട് കെമിക്കൽസ് കൂടുതൽ യൂസ് ചെയ്യാൻ വിചാരിക്കും. ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ നമ്മുടെ മണ്ണിന് ഒരു ഫലപുഷ്ടിയോ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫലപുഷ്ടി ഉണ്ടല്ലോ, അതെല്ലാം നഷ്ടപ്പെട്ട് ഒരു മണ്ണായിട്ട് മാറും നമ്മുടെ മണ്ണ്. അപ്പൊ നമ്മള് ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അത് മണ്ണ് ടെസ്റ്റ് ചെയ്ത് എന്തിന്റെ അളവാണ് ആ മണ്ണിൽ കുറവ്, എന്തിന്റെ അളവാണ് കുറവെന്ന് കണ്ടുപിടിച്ച് ആ അളവ് നോക്കി കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ അവിടെ കൾട്ടിവേഷൻ ഒന്നും നമുക്ക് പോസിബിൾ ആവില്ല.
ഇനി കോൺസിക്വൻസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ പറഞ്ഞു കേട്ടോ. Consequences of land pollution: decrease in farmlands, shifting of cultivation, decrease in fertility, imbalance in the constitution of the atmosphere. പറയുന്നത് കൃഷി ലാൻഡുകൾ കുറയാണ്, കൃഷി ഭൂമികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? മുമ്പ് ഞങ്ങള് ഇവിടെ പാടമൊക്കെ ഉണ്ടായിരുന്നു. ആ പാടത്തൊക്കെ ഇപ്പൊ വീടുകളൊക്കെ വന്നു തുടങ്ങി. വില്ല പോലത്തെ വീടുകളൊക്കെയാണ്. മൊത്തം എന്ത് ചെയ്തു, നിരത്തിയിട്ട് ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്ത് അതിന്റെ സൈഡിൽ കൂടെ, പാടത്തിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോയിരുന്നത്. അവിടെയൊക്കെ എന്താണ്, മുറിച്ച് ആൾക്കാർ ഫ്ലോട്ട് പോലെ തിരിച്ചിട്ടിരിക്കുക. ഫുൾ പാടം എന്ന് താഴ്ന്നൊരു പ്രദേശമാണ്. ഫുൾ മണ്ണിറക്കി എന്നിട്ട് ഫില്ല് ചെയ്ത് എന്താ പറയാ, നികത്തി ഭയങ്കരമായിട്ട് എന്താ പറയാ, ഈ എന്താ അപ്പാർട്ട്മെന്റ് പോലെ വന്നെ തോന്നുന്നു. കുറച്ച് വീടുകൾ വരാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ ലാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അഗ്രികൾച്ചറൽ ലാൻഡ് കുറയണോണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്? ഒരു പ്രശ്നം വന്നില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളും ധാന്യങ്ങളൊക്കെ പുറത്തുള്ള രാജ്യത്തെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. പല സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇന്നും തമിഴ്നാട് എന്ന് പറയുന്നത് കൂടുതലും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. കൂടുതലായിട്ടും അവിടെ നിന്നല്ലേ നമ്മുടെ ഫുഡും പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ അറിയാമോ? അവർക്ക് വേണ്ട പച്ചക്കറികൾക്കൊന്നും കീടനാശിനികളൊന്നും അടിക്കാണ്ട് നല്ല പച്ചക്കറികളും, നമുക്ക് വെയിറ്റ് കഴിക്കുന്ന പച്ചക്കറികളൊക്കെ കീടനാശിനികളൊക്കെ അടിച്ച പച്ചക്കറികളൊക്കെ. ഓക്കെ. ഷിഫ്റ്റിംഗ് ഓഫ് കൾട്ടിവേഷൻ. കൾട്ടിവേഷൻ എന്ന് പറയുന്നത് കൃഷി എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിക്രീസ് ഇൻ ഫെർട്ടിലിറ്റി. നമ്മുടെ ഫലപുഷ്ടി ഉണ്ടല്ലോ, മണ്ണിന്റേതായ ഒരു ഫലപുഷ്ടി ഉണ്ട്. ആ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇംബാലൻസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ ഗ്യാസിന്റെ ആ ഒരു കോമ്പിനേഷൻ, അതായത് കമ്പോണൻസിൽ ഇംബാലൻസ് വരെയാണ്. പ്ലാന്റ്സും ഡീഫോറസ്റ്റേഷനൊക്കെ സംഭവിക്കുമ്പോൾ, കുറെ മരങ്ങളൊക്കെ നശിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? ഫുഡ് കിട്ടൂല. ഓക്കെയാണ്. എന്നൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഘടകം കൂടി ഇല്ലേ? നല്ല ശുദ്ധവായു. ശുദ്ധവായുവിന്റെ അളവും കുറയും. ഓക്സിജന്റെ എമൗണ്ട് കുറയും. നമുക്ക് ആ ഒരു ഇംബാലൻസ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തും. ഓക്കെ. ഇത്രയും പ്രശ്നങ്ങളാണ് ലാൻഡ് പൊല്യൂഷൻ കാരണം നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, അവരുടെ മണ്ണ് അല്ലെങ്കിൽ അവരുടെ ഭൂമി എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ള ലാൻഡാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലായിട്ട് കേരളത്തിലാവട്ടെ യങ്ങർ ജനറേഷൻ കുറവാണ്. നമുക്കൊരു ഏജ് കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ഉണ്ടല്ലോ, അവരെല്ലാവരും ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്ത് പോവാണ്, മൈഗ്രേറ്റ് ചെയ്ത് പോവാണ്. നമ്മളുടെയൊക്കെ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ഒക്കെ നമുക്ക് മണ്ണിനെ കുറിച്ചും മഴയെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ മണ്ണിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവണം. കാരണം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടുത്തെ മണ്ണിന്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ നമ്മുടെ ഒരു അൾബേറിയൻ എന്താ പറയാ ഹിസ്റ്ററി ഉള്ളൊരു സംസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. കാരണം എന്താണ്, കൃഷിയൊന്നും പോയി കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കൃഷി കാണാനോ അവർക്കൊന്നും എന്തില്ല, യോഗമില്ല എന്ന് പറയാം. കൃഷികളൊക്കെ അപൂർവമായിട്ട് കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലാൻഡ് പൊല്യൂഷനുള്ള കാരണങ്ങളാണ് ഈ പറഞ്ഞത്. അതേപോലെ അതിന്റെ റിസൾട്ട് കോൺസിക്വൻസ് ആണ് പിന്നെ നോക്കിയത്. ഓക്കെ. നെക്സ്റ്റ് ആണ് സൗണ്ട് പൊല്യൂഷൻ. ഇതാരാ വായിക്കണേ? ഞാൻ വായിക്കാം മാം. Unwanted sound is called noise. The instantly of which is usually measured in a unit or decibel. Mildest sound that human hear directly is called threshold of hearing. Vehicles, loudspeaker, mass media, industries, defense equipment. ഓക്കെ. ഒരു ദിവ്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാടാ?
ക്ലിയർ അല്ല ടീച്ചർ, ഒന്നും കൂടി പറയോ? ഏതാണ് ക്ലിയർ അല്ലാത്തത്? ഒന്നുകൂടി വായിക്കണോ? ഇപ്പൊ വായിച്ചത് ഒന്നുകൂടി വായിക്കണമെങ്കിൽ ഒന്നുകൂടി. വായിച്ചേക്കണം. Unwanted sound is simply called noise. The intensity of which is usually measured in a unit called decibel. The mildest sound that human hear directly is called the threshold of hearing. Vehicles, loudspeaker, mass media, industries, defense equipment. ഇപ്പൊ ക്ലിയർ ആയോ? എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പിന്നെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ചിലപ്പോ അതായിരിക്കും. ഓക്കെ, നോക്കാട്ടോ. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് സൗണ്ടുകൾ നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട്. ഒരു ട്രാഫിക് ബ്ലോക്ക്, അതിന് പെട്ടെന്ന് എന്തെങ്കിലും കുറച്ച് വണ്ടികൾ ഒരുമിച്ച് കൂടിയെന്ന് വിചാരിക്കും. അവിടെ കേൾക്കുന്ന സൗണ്ട് എന്താണ്? ഭയങ്കര ഹോണിന്റെ സൗണ്ട് ആയിരിക്കില്ലേ? ബാക്കി കിടന്ന് ആരെങ്കിലും ഉണ്ടാവും ഹോൺ അടിച്ചോണ്ടേയിരിക്കും, ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടൊന്നുമില്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ അത് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. നമുക്ക് ഹിയറിംഗിന്റെ പ്രശ്നങ്ങൾ വരാൻ ഒരുപാട് ഇറിറ്റേഷൻ ഉള്ളത്. അതേപോലെ തന്നെ ലൗഡ് സ്പീക്കേഴ്സ്. നമ്മളുടെയൊക്കെ വീടിനടുത്ത് ഉത്സവങ്ങളുടെ സീസൺ, ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ അങ്ങനെയാണ്. ഇനി അങ്ങോട്ട് മൊത്തം ഉത്സവങ്ങളുടെ സീസണാണ്. അപ്പൊ ഭയങ്കര സൗണ്ട് ഇല്ലേ? വലിയ സ്പീക്കറും ഭയങ്കര എന്തോ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നിന്നാ പോലും ആ സൗണ്ട് കാരണം തലവേദന എടുക്കും. ഭയങ്കര തലവേദനയായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണത്തിന് പോയപ്പോ മുതൽ ഭയങ്കര, അവിടെ ചെന്ന ശേഷം ഭയങ്കര തലവേദന. ഞാൻ ആലോചിച്ചത് എന്താണെന്ന്. അവിടെ നിന്ന് കുറച്ച് മാറി കഴിഞ്ഞപ്പോ കുറച്ച് ആശ്വാസം കിട്ടി. കാരണം അവര് ആ ഒരു കല്യാണത്തിന്റെ ഭാഗമായിട്ട് സ്പീക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. സ്പീക്കറിന്റെ മുഴക്കമുണ്ടല്ലോ ഭയങ്കര, നമ്മൾ ചെവിയില് ഭയങ്കരമായിട്ട് അടിച്ചിട്ടില്ലേ, ഭയങ്കര ഒട്ടും പറ്റാത്ത പോലത്തെ ഭയങ്കരമായിട്ടുള്ള മുഴക്കങ്ങളാണ് കേൾക്കുന്നത്. നമുക്ക് ഒട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ പറയാ, പറ്റാത്ത പോലെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് പോലുള്ള പോലെ തോന്നും. പിന്നെ മാസ് മീഡിയാസ്, അതേപോലെ ഇൻഡസ്ട്രീസ് എന്നൊക്കെ വരുന്ന സൗണ്ടുകൾ, ചില ഇൻഡസ്ട്രീസിനൊക്കെ എക്യുപ്മെന്റ്സോ യൂസ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ആയിരിക്കും. പിന്നെ ഡിഫൻസ് എക്യുപ്മെന്റ്സിന്റെ വരുന്ന സൗണ്ടുകൾ, ചിലപ്പോ വല്ല പരീക്ഷണങ്ങളൊക്കെ ചെയ്യില്ലേ എക്യുപ്മെന്റ്സിന്റെ, ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകൾ എന്താണ് സൗണ്ട് പൊല്യൂഷൻ കാരണമാവുന്ന പറയുന്നത്. കോൺസിക്വൻസ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ വായിച്ചോട്ടോ. Consequences of sound pollution. Deafness affects women, affects on system efficiently of individuals. അതില് ഡിയർനെസ് എന്താ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി നോക്കാം. എഫക്ട്സ് ഓൺ പ്രഗ്നന്റ് വുമൻ. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് അതില് സൗണ്ട് പൊല്യൂഷൻ കാരണം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം സൗണ്ടിന്റെ ഒപ്പം തന്നെ വൈബ്രേഷൻ അത് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ പടക്കമൊക്കെ പൊട്ടുന്ന സൗണ്ട് ഉണ്ടല്ലോ, ഉത്സവങ്ങളിലൊന്നും കൊണ്ടുപോകില്ല പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന്. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവും? എന്നാ ഞങ്ങളുടെ ഇവിടെ ഒന്നും അമ്പലങ്ങളിൽ വലിയ സ്പീക്കറൊക്കെ വെച്ച സ്ഥലത്തൊന്നും കൊണ്ടുപോകില്ല. കാരണം ആ സൗണ്ട് കേൾക്കുന്നത് കുട്ടികൾക്ക് നല്ലതല്ലാന്ന് പറയും. അതേപോലെ ടിവിയുടെ ഒക്കെ വോളിയം ആ സമയത്ത് നമ്മളെ കൊണ്ട് കുറച്ച് വെപ്പിക്കും. അതേപോലെ ഫോണിന്റെ യൂസേജ് കുറയ്ക്കും. റേഡിയേഷനിൽ പറയാം. എഫക്ട്സ് ഓൺ നെർവസ് സിസ്റ്റം. ഇത് നമ്മൾ ഈ ലൗഡ് സ്പീക്കറിന്റെ ഒക്കെ സൗണ്ട് സ്ഥിരമായിട്ട് കേൾക്കുകയാണെങ്കിൽ അത് നമ്മുടെ കേൾവി ശക്തിനെ ബാധിക്കും. കേൾവി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് അത് ബാധിക്കും. എഫിഷ്യൻസി ഓഫ് ഇൻഡിവിജ്വൽ എഫിഷ്യൻസി, ഹിയറിംഗ് എഫിഷ്യൻസി കുറയ്ക്കാനായിട്ട് കാരണമാവുന്നുണ്ട് സൗണ്ട് പൊല്യൂഷൻ. ഒരുപാട് പേര് ഇതേപോലെ സ്പീക്കർ അങ്ങനത്തെ റിലേറ്റഡ് സൗണ്ട് ആൻഡ് ലൈറ്റ് ആൻഡ് സൗണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഭാവിയിൽ സൗണ്ട് എന്താണ് ഹിയറിംഗ് ഇന്നബിലിറ്റീസ്, ഹിയറിംഗ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മളെവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ തന്നെ പഠിച്ചിട്ടുള്ളത് ഹിയറിംഗിന്റെ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ല ആദ്യത്തെ ക്ലാസ്സുകളിൽ. ഓക്കെ, ഒന്ന് ഓർത്തെടുത്താൽ മതി കേട്ടോ.
ഓർത്തിരുന്ന ടൈമൊക്കെ ആയി. നെക്സ്റ്റ് ആണ് റേഡിയേഷൻ പൊല്യൂഷൻ. ഓക്കെ, ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മിസ്. ഓക്കെ, വായിച്ചു. Radiation pollution. Radioactive materials are most toxic as compared to organic poisons. Nuclear war materials, test explosions, working of power plant, and the use of radioisotopes in medicines, industry, and research are the main source of radioactive pollution that could threaten or demean the quality of the environment. അടുത്തത് വായിക്കണോ മിസ്സേ? ഇല്ല, കുഴപ്പമില്ല, മതിയടാ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. കമ്പയർ ടു എന്ന് വെച്ചാൽ പോയിസൺസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് രണ്ട് നമുക്ക് കേട്ട് അറിവുള്ള രണ്ട് ദുരന്തങ്ങള് നമുക്ക് ഓർമ്മയുണ്ടാവും. രണ്ട് വാറുകൾ അല്ലെ, വേൾഡ് വാർ 2 ഭാഗമായിട്ട് അറിയോ? ഹിരോഷിമ നാഗസാക്കി. അതെ, ഹിരോഷിമ നാഗസാക്കി ദുരന്തം. അതെന്താ അവിടെ യൂസ് ചെയ്തത്? ഈ പറഞ്ഞിട്ടുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആയിരുന്നു. അത് അവരെന്ത് ചെയ്തു? ആ ബോംബ് കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ആ ഒരു പ്രദേശത്ത് ഇട്ട് അവിടുത്തെ ഫുൾ ആൾക്കാരുടെ ലൈഫ് എന്ത് ചെയ്തു? ഇല്ലാതാക്കി. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാര് ഈ പറഞ്ഞ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്ന് മരണം ഒരുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലേ? അപ്പോ ഈ ന്യൂക്ലിയർ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസേഴ്സ് ചെയ്ത് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ദോഷകരമായിട്ട് നമ്മുടെ ഭൂമിയിലല്ല, നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് തന്നെ ദോഷകരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ടെസ്റ്റ് എക്സ്പ്ലോഷൻസ്, എന്തെങ്കിലും പൊട്ടിത്തെറികള്, നമ്മളിപ്പോ വല്ല ലാബുകളിലോ അല്ലെങ്കിൽ വലിയ ഫാക്ടറിയിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? പൊട്ടിത്തെറികളൊക്കെ സംഭവിക്കുന്നത്. വർക്കിംഗ് ഓഫ് ദ പവർ പ്ലാന്റ് ആൻഡ് ദ യൂസ് ഓഫ് റേഡിയോ ഐസോടോപ്സ് ഇൻ മെഡിസിൻസ്. റേഡിയോ ഐസോടോപ്സ് ഒക്കെ ഇല്ലേ? കാരണം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ നമ്മള് എവിടെയാണ്? ഹോസ്പിറ്റൽസിലൊക്കെ ക്യാൻസർ ഒക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ റേഡിയേഷന്റെ ആ ഒരു പ്രോസസ് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടല്ലോ, സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവർക്ക് ഈയിടെ നടത്തിയ പഠനത്തിലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എന്ത് വന്നിട്ടുണ്ട്? റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവർ എന്താ പറയാ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് എന്ത് വന്നത്? ക്യാൻസർ എന്ന് പറയുന്ന അസുഖങ്ങൾ വന്നത്. അതേപോലെ ഇത് ഇൻഡസ്ട്രീസ്, റിസർച്ച് ആർ മെയിൻ സോഴ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻസ്. റേഡിയോ ആക്റ്റീവ് പൊല്യൂഷന് മെയിൻ ആയിട്ടുള്ള സോഴ്സുകളാണ് നമ്മൾ ഈ പറഞ്ഞ ന്യൂക്ലിയർ വാർ, ടെസ്റ്റ് എക്സ്പ്ലോഷൻ, വർക്കിംഗ് ഓഫ് പവർ പ്ലാന്റ്സ്, റേഡിയോ ഐസോടോപ്സ് ഇൻ മെഡിസിൻസ്, ഇൻഡസ്ട്രി, റിസർച്ചിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ട്. ഇനി കോസസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ. നാച്ചുറൽ പ്രോസസ്സിൽ മാറ്റം വരുന്നുണ്ട്, കോസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. നാച്ചുറൽ എന്ന് വെച്ചാൽ നമ്മുടെ എൻവിയോൺമെന്റിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. നാഗസാക്കി അതേപോലെ ഹിരോഷിമ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ആ ബോംബ് ഇട്ടപ്പോ അവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് നാളത്തേക്ക് അവിടെ വേറെ ഒരു എന്താ പറയാ ചെടി പോലും മുളയ്ക്കാത്തൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ ദുരന്തത്തിലേക്കും അതേപോലെ തന്നെ ദുരന്തത്തിലേക്കെന്നല്ല വേദന നിറഞ്ഞൊരു ഇതിലേക്ക് തള്ളിയിടാനായിട്ട് ആ പറഞ്ഞ ന്യൂക്ലിയർ വാറിന് സാധിച്ചു. ഇനി കോൺസിക്വൻസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ. ആക്റ്റീവ് എഫക്റ്റ് ഉണ്ട്, ലേറ്റ് എഫക്റ്റ് ഉണ്ട്. ആക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ആ സമയത്ത് തന്നെ കിട്ടുന്ന ആ എഫക്റ്റ്, ആ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റ് എഫക്റ്റ് സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലത്തെ ക്യാൻസർ പോലത്തെ മാറാരോഗങ്ങൾ വന്നു. അതൊക്കെയാണ് ലേറ്റ് എഫക്റ്റ് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. പൊല്യൂഷൻസ്, എയർ, ആദ്യം മുതൽ എയർ, ലാൻഡ്, സൗണ്ട്, റേഡിയേഷൻ പൊല്യൂഷൻസ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി.
വായിച്ചു നോക്കിയിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ. ഓക്കെ നോക്കാം. ഇനി നമ്മളുടെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകള് നമ്മളുടെ എൻവയോൺമെന്റ് പൊല്യൂഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റ് പൊല്യൂഷൻസ് തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ലോസും റൂൾസും അല്ലെങ്കിൽ ആക്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. ആ ഇയറും ആക്ടിന്റെ പേരും പഠിച്ചു വെക്കുക കേട്ടോ. അതേപോലെ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988. അപ്പൊ ഓരോ ആക്ടും അതിന്റെ വർഷങ്ങളും ഇയറുകളും കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാ പഠിക്കാം എല്ലാവരും. ഇനി മേജർ ഗ്ലോബൽ എൻവയോൺമെന്റ് ത്രെഡ്സ് നമ്മൾ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ എന്തെല്ലാമാണ് എൻവയോൺമെന്റൽ ത്രെഡ്സ് നമ്മൾ ഫേസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓസോൺ ഡിപ്ലക്ഷൻ. ഓസോൺ ഡിപ്ലക്ഷൻ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. ഓസോൺ പാളിയിൽ എന്ത് വിള്ളൽ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മളുടെ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ് ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് ഓസോൺ ലെയർ ഉണ്ട്. ഈ ഓസോൺ ലെയർ ആണ് നമ്മളുടെ സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻ തടഞ്ഞു നിർത്തുന്ന ആ ഒരു ലെയർ ആണ് ഇത് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഈ ഓസോൺ ഡിപ്ലക്ഷൻ എന്ന് പറയുന്നത് ഓസോൺ ലെയറിൽ ചെറിയ സുഷിരങ്ങള്, ചെറിയ ഹോളുകള് എന്ത് ചെയ്യാണ് വീഴുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ചെറിയ ഹോളുകൾ വീഴാണ്. അങ്ങനെ വീഴുമ്പോ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാല് സൂര്യനിൽ നിന്നുള്ള ഈ പറഞ്ഞിട്ടുള്ള രശ്മികൾ അൾട്രാവയലറ്റ് റേസ് നേരെ ഭൂമിയിലേക്ക് പതിക്കും. എവിടെ പതിക്കും? ഭൂമിയിലേക്ക് പതിക്കും. അങ്ങനെ പതിക്കുമ്പോ നമ്മളുടെ ഭൂമിയിൽ ഉള്ള ആൾക്കാർക്ക് സ്കിന്നില് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണ്? സ്കിന്നില് ഒരുപാട് പ്രശ്നങ്ങൾ, സ്കിൻ ക്യാൻസർ, അതേപോലെ റേഡിയേഷൻ വീണിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കുറയ്ക്കാൻ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാല് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എഫക്റ്റ് കൊണ്ടാണ് എന്ത് ഈ ഓസോൺ ഡിഫ്ലക്ഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്നത്. എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്? കേട്ടിട്ടുണ്ടാവില്ല ചെറുപ്പം മുതൽ ഹരിതവാതകങ്ങളോ അങ്ങനല്ലേ പറയുന്ന മലയാളത്തില്? ഹരിതഗ്രഹവാതകം. ഓക്കെ, ഹരിതഗ്രഹവാതകങ്ങൾ കേട്ടോ. എനിക്ക് മലയാളം കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, മീതെയിൻ, അതേപോലെ തന്നെ ഓസോൺ, അങ്ങനെ ഒരുപാട് ഗ്യാസുകളെയാണ് മെയിൻ ആയിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന് ഒരു എബിലിറ്റി ഉണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടുതലായിട്ട് എന്ത് ചെയ്യാനായിട്ട് പിടിച്ചു നിർത്താനായിട്ട് ഒരു എന്തുണ്ട്, ഒരു കപ്പാസിറ്റി ഉണ്ട് ആർക്ക്? ഗ്രീൻ ഹൗസ് ഗ്യാസസിന്. അപ്പൊ കൂടുതലായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ യൂസ് ചെയ്യാണ്. എന്ന് വെച്ചാല് ചില എന്താ പറയാ റെഫ്രിജറേറ്റർ, അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ആവാണ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ആവാണ്. നമ്മുടെ
അങ്ങനെ വരുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന പ്രശ്നം സംഭവിക്കും. അറ്റ്മോസ്ഫിയറിലേക്ക് കൂടുതലായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കാരണം എന്ത് സംഭവിക്കും? ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുകയാണ്. ജസ്റ്റ് ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇമേജ് ആണ് നമ്മുടെ എന്താണ് എർത്തിലെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കുമ്പോ ഒരു പ്രശ്നമില്ല, എർത്തിന്റെ ടെമ്പറേച്ചർ കൂടി നമുക്ക് എന്താണ്? നമ്മള് നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ഈ ന്യൂനമർദ്ദങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങള്? അപൂർവം 1-2 ന്യൂനമർദ്ദങ്ങൾ അല്ലെങ്കിൽ സൈക്ലോൺസ് അല്ലേ കാലവർഷത്തിൽ കേട്ടിട്ടുള്ളത് അല്ലേ? പക്ഷെ ഇന്ന് എങ്ങനെയാണ്? സൈക്ലോണുകളുടെ എണ്ണം എങ്ങനെയാണ്? കൂടുതലല്ലേ? എപ്പോഴും ന്യൂനമർദ്ദങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ മനസ്സിലാക്കിക്കൂടെ? നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എർത്തില ആ ഒരു ക്ലൈമറ്റിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. എർത്തിൽ ക്ലൈമറ്റിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ നിങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ, ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു. ഉണ്ടായിരുന്നു അവിടെയൊക്കെ മഴ? തിരുവനന്തപുരത്തുള്ളവർ ആരൊക്കെയാണുള്ളത്? ഉണ്ടായി തിരുവനന്തപുരത്തുള്ളവർ ആരൊക്കെയാ? ആരില്ല? ഓക്കെ. എന്നാ ഡിസംബറിൽ തിരുവനന്തപുരത്ത് മഴയുണ്ടായിരുന്നു മിസ്സേ, മഴയുണ്ടായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ മഴ? എനിക്കറിയാത്തോണ്ടാണോ അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ കേട്ടിട്ടില്ല ഡിസംബറിൽ മഴ കേട്ടിട്ടില്ല. മഴ പെയ്യലുള്ളൂ. സീസൺ അല്ലയോ? പക്ഷെ കഴിഞ്ഞ മാസം മഴ ഉണ്ടായിരുന്നു. എന്താണ്? കഴിഞ്ഞ മാസം മഴ ഉണ്ടായിരുന്നു. തണുപ്പ് സീസണാ സാധാരണ ഡിസംബർ വരുന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചോ? ഈ ഒരു പ്രശ്നം പറ്റിയിട്ട് എന്തുകൊണ്ടാണ് ചിന്തിച്ചോ? ഈ ഗ്ലോബൽ വാർമിങ്ങും നമ്മുടെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈക്ലോൺസുകൾ കൂടുതലാണ്. നമ്മുടെ എന്താ പറയാ കടലിന്റെ സ്വഭാവം മാറാണ്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ ഒരു നമ്മുടെ ക്ലൈമറ്റ് ഏകദേശം ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഡിസംബറിൽ ഇങ്ങനെ മഴ കാണുന്നത്. ശരിക്കും പറഞ്ഞ ജൂണിലൊക്കെ പെയ്യേണ്ട മഴകള് പല സമയത്തായിട്ട് കാലം തെറ്റി പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു മഴയുടെ കാര്യം മാത്രം പറഞ്ഞുള്ളൂ. അതേപോലെ ഡീഫോറസ്റ്റേഷൻ, ഓയിൽ ഇറക്ഷൻ, ഡെസർട്ടിഫിക്കേഷൻ, ഡ്രാഫ്റ്റ് ഇല്ലേ? നമ്മുടെ ചൈനയില് ചൈന ഉണ്ടാവും. ഇന്ത്യ കഴിഞ്ഞ ബോർഡർ അപ്പുറത്തുള്ള ചൈനയില് ഒരു മരുഭൂമി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓരോ വർഷം ചെല്ലുന്തോറും മരുഭൂമി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു സർവേയിലൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരുപാട് പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് നടാണ് മരുഭൂമിയുടെ ചുറ്റും. കാരണം അങ്ങനെ മരുഭൂമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? ഒരുപാട് മരങ്ങൾ നഷ്ടപ്പെടും. നമ്മളുടെ ഡെസർട്ടിഫിക്കേഷൻ സംഭവിക്കുകയാണ്. വെള്ളം, അണ്ടർഗ്രൗണ്ട് വാട്ടർ ഒന്നും ഇല്ലാത്തൊരു ഒരു പ്രശ്നത്തിലേക്ക് അവർ വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. ഒരുപാട് പ്ലാന്റുകൾ ആ ഒരു മരുഭൂമിയുടെ ചുറ്റും നടന്നൊക്കെയുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫണ്ടുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രശ്നം നമ്മുടെ ഗ്ലോബൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മള് വേൾഡ് ഫേസ് ചെയ്യുന്നതാണ് പൊല്യൂഷൻ ഓഫ് എയർ, വാട്ടർ ആൻഡ് ലാൻഡ് സൗണ്ട്. നിങ്ങള് ആസിഡ് റെയിൻ കേട്ടിട്ടുണ്ടോ? ആസിഡ് റെയിൻ എന്തുകൊണ്ട് സംഭവിക്കുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസുകളുടെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്ന ടോക്സിക് ആയിട്ടുള്ള ഗ്യാസുകൾ കാരണമാണ് ചില ഏരിയയിൽ എന്ത് സംഭവിക്കുന്നത്? ആസിഡ് റെയിൻ ഒക്കെ സംഭവിക്കുന്നത്. മെയിനായിട്ട് ചൈനയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആസിഡ് റെയിൻ. പിന്നെ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽസ്, നമ്മൾ വിഷാംശം ഉള്ള പോയിസൺസ് ആയിട്ടുള്ള വേസ്റ്റ് എന്താ പറയാ ഒരു സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യാതെ ഡിസ്പോസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ബാധിക്കുന്നുണ്ട്.
ഇനി നമ്മുടെ റിസോഴ്സ് ഡിഫ്ലക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഭ്യത കുറവ് സംഭവിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം റിസോഴ്സ് ആണ് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ വർഷം നമ്മുടെ അർത്ഥിൽ നിന്നും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കാം. ഗ്രൗണ്ട് വാട്ടർ, നമ്മുടെ ഭൂമിയുടെ അടിയിലുള്ള വെള്ളത്തിന്റെ അളവ്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, സസ്യജാലങ്ങളും ജൈവജാലങ്ങളുടെയും ആ ഒരു അളവ്. ജനറ്റിക് വേരിയബിലിറ്റി, ഓഷ്യൻ ബഡ് റിസോഴ്സ്, കടലിലുള്ള റിസോഴ്സുകൾ, മത്സ്യങ്ങളാവട്ടെ എന്താവട്ടെ കടലിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോൺ റിന്യൂവബിൾ റിസോഴ്സ്, കടലിൽ നിന്ന് തന്നെ ഏകദേശം കടലിൽ നിന്ന് തന്നെയാണ് ഈ ക്രൂഡ് ഓയിലൊക്കെ ഖനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ വർഷം ചെല്ലുന്തോറും തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എനർജി ക്രൈസിസ്, ന്യൂക്ലിയർ എനർജി, റേഡിയേഷൻ, സിന്തറ്റിക് ഫ്യൂവൽസ്, ഇതിന്റെ എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ എനർജിയിൽ കുറവ് വരുന്നുണ്ട്, റേഡിയേഷന്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, സിന്തറ്റിക് ഫ്യൂവൽസ്, പെട്രോൾ, ഡീസൽ അതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബയോളജിക്കൽ വെപ്പൺ റിസർച്ച്, ന്യൂക്ലിയർ ആംറേസ്, ഇതെല്ലാം ബയോളജിക്കൽ വെപ്പൺസ് ഒക്കെ. ഈ കൊറോണ എന്ന് പറയുന്നത് ചൈന സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വിട്ട ഒരു വൈറസ് ആണെന്ന് വരെ പറയുന്നവരില്ലേ? നിങ്ങളങ്ങനെ കേട്ടോ? ഞാനങ്ങനെ കുറെ ആ ഒരു സമയത്ത് കുറെ അവര് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ബയോളജിക്കൽ വെപ്പൺ ആണ് എന്നുള്ള രീതിയിൽ. കോൺകറിങ് ഓഫ് ദ ഔട്ടർ സ്പേസ്, നമ്മുടെ എർത്തിന്റെ പുറമേ ഉള്ള ആ പാളി ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാമാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ത്രെറ്റ്സ്, പ്രശ്നങ്ങൾ. ഒന്ന് വായിച്ചു നോക്കി.
എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? Yes, ma'am. നമ്മളിപ്പോ മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റിൽ അവസാനത്തെ 3 ചാപ്റ്ററാണ് ഞാനിപ്പോ അടുത്ത ദിവസങ്ങളിലായിട്ട് എടുക്കുന്നത്. ഗുഡ് മാനേഴ്സ്, സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്, മാൻ ആൻഡ് എൻവയോൺമെന്റ്, ഇത്രയും 3 ചാപ്റ്ററുകൾ എടുത്തത്. അശ്വതി ടീച്ചർ ഏതൊക്കെ ചാപ്റ്റർ എടുത്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? പറയോ? തേർഡ് ചാപ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ്. കമ്മ്യൂണിക്കേഷൻ ആയിട്ടില്ല? ഇല്ല ആയിട്ടില്ല. ഓക്കെ കേട്ടോ. ഞാൻ ഇനി എടുക്കണത് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലെ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ജിഷി ടീച്ചർ ഇപ്പൊ ഏതാ ചാപ്റ്റർ എടുത്തോണ്ടിരിക്കണേ? 4ാമത്തെ ആണോ? പാർട്ട് 3. പാർട്ട് 3 ഏതാണ്? തേർഡ് ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. എനിക്ക് അതിന്റെ PDF ഇല്ല കയ്യില്. 4th PDF ഉള്ളൂ. ആണോ? വേറെ പ്രിയ, അശ്വതി ഏതെടുക്കണെന്ന് അറിയോ? ഏതാണ്? യൂണിറ്റ് 3 ആണ് മാം. ഞാൻ എടുത്ത് ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ചൈൽഡ് അതാണ് എടുത്തോണ്ടിരിക്കുന്നത്. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ്. ലോ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് അല്ലേ? ഞാൻ അപ്പോ ചിലപ്പോ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ എടുക്കണത്. അപ്പോ ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, പുതിയ ദിവസമാണ്. നമുക്ക് ഒരു ഫ്രഷ് ആയിട്ട് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുഴപ്പമില്ല, കുറച്ച് പഠിക്കാനും. നമ്മളിപ്പോ ഇത്രയും നാൾ പഠിച്ച 3 പാർട്ടുകൾ പോലെയല്ല മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്ന പോർഷൻസ്. ഇത്തിരി ടഫാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി വരുന്ന ഭൂരിഭാഗം ചാപ്റ്റേഴ്സ്, 7ാമത്തെ ചാപ്റ്റർ ഇത്തിരി ടഫാണ്. ടഫ് എന്നല്ല, മെത്തേഡ് ഓഫ് ലേണിംഗിന്റെ പ്രശ്നമാണത്. അത് വേറൊരു രീതിയിൽ നമ്മൾ ലേൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ നോർമലൈസേഷൻ ഡീവിയേഷൻ എടുക്കുമ്പോൾ ഇനി എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ നോക്കണം കേട്ടോ. മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകണം. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ ഏകദേശം അറിയാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ നോളജ് ആണ് വേണ്ടത്. ഇനി പഠിക്കുന്ന ചാപ്റ്റർ എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലുള്ളത് വെച്ചിട്ട് നമ്മൾ കുട്ടികളെ അനലൈസ് ചെയ്ത് ഓരോ വ്യക്തിയുടെയും ആ ഒരു നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ചില്ലേ, അതേപോലത്തെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറീസുകളാണ് നമ്മൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് എടുക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ ക്ലാസ് ഫൈനപ്പ് ചെയ്യാണ്. അപ്പോ ഒന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരുല്ലേ? ഞാൻ പറയാം മാം. പറഞ്ഞോ. Being good karma, we don't know whether the result will come today or tomorrow or even in this world, but happening to others through good deeds in one of the best result. Okay, thank you. Signing out, Sahadura. Okay, thank you. Thank you all. Thank you, ma'am. Thank you, ma'am.